ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കൂണ് തപ്പി പോവാം കേട്ടോ. ഞാനും ഉണ്ട്, ഞാൻ തന്നെയല്ല, അഞ്ചും ഉണ്ട്. നമ്മുടെ വീടിനടുത്ത് ചെറിയൊരു ആറുണ്ട്. ആ പരിസരത്ത് സാധാരണ കൂണുണ്ടാകുന്നതാണ്. ഈ സമയത്തൊക്കെ ഞങ്ങളൊന്ന് കൂണ് തപ്പി പോവുകയാണ്. നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു വഴിയാണ് കേട്ടോ. ഇത് കല്ലാർപ്പുഴയുടെ സൈഡിലേക്കുള്ളൊരു വഴിയാണ്. ഇതിലെ നടന്ന് നമ്മൾ പോയാൽ കല്ലാർപ്പുഴയുടെ സൈഡിലെത്തും കേട്ടോ. ഇത് നമ്മൾ പോകുന്ന വഴിയാണ്. അതിൻ്റെ സൈഡിലുള്ള പരിസരങ്ങളൊക്കെ കേട്ടോ. ഞങ്ങളത് ഇവിടെ വെറുതെ നടന്നു പോകുന്ന വഴിക്ക് കൂണ് നോക്കുകയാണ്. സാധാരണ ഈ ഭാഗത്തൊക്കെ വല്ലപ്പോഴും ചെറിയ മുട്ടക്കൂണുകൾ ഈ സമയത്തൊക്കെ ഉണ്ടാകുന്നതാണ്. ഞങ്ങൾ അതും പ്രതീക്ഷിച്ചാണ് ഈ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ 6:30 ആയി കേട്ടോ വൈകുന്നേരം. ആകെ ഒരു എന്താ പറയുക, നേരം ഇരുട്ടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഭയങ്കര കാടാണ് കേട്ടോ. ഇതൊക്കെ നിൽക്കുന്നത് കാപ്പിയാണ്. ഈ കാപ്പിയുടെയൊക്കെ സൈഡിൽ മണ്ണിലായിട്ട് കൂണുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിയാണ് പോകുന്നത്. അഞ്ചും ഉണ്ട് പുറകെ. അഞ്ചും ഒരു സൈഡ് നോക്കി വരുന്നുണ്ട്. ഞാൻ നമ്മുടെ ഇടത്തെ സൈഡിലുള്ള ഭാഗത്താണ് നോക്കുന്നത്. ഇവിടെ ഒന്നും ഇല്ല. സാധാരണ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചിലരൊക്കെ ഇവിടെ നിന്നൊക്കെ കൂണ് പറിച്ചുകൊണ്ട് പോകുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പോഴും ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലും എല്ലാം കൂണല്ലേ വിശേഷം. എല്ലാവരുടെയും വീഡിയോ കൂണ് തന്നെ. നമുക്കൊന്ന് നോക്കാം കൂട്ടുകാരെ. ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ചെറിയ കാടാണ് കേട്ടോ. രണ്ട് സൈഡിലും കാപ്പിയുണ്ട്. കാപ്പി അങ്ങ് പടർന്ന് നിൽക്കുക. കാപ്പിയുടെ സൈഡിലായിട്ട് ഒരു ചെറിയ കൈത്തോട് ഒഴുകുന്നുണ്ട്. അത് വെള്ളം കല്ലാർപ്പുഴയിലേക്ക് പോകുന്നതാണ് കേട്ടോ. അതായത് കല്ലാർ ഡാമിലേക്ക് പോകുന്ന വെള്ളമാണ് അതൊക്കെ. ഇതുണ്ടോ ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കാ ഭയങ്കര വിഷമാണെന്നാണ് എല്ലാവരും പറയുന്നത്. നേരാണോ കൂട്ടുകാരെ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത് വിഷക്കായാണ്? എന്തായാലും കുഞ്ഞ് ഇത് പറിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ വഴക്ക് പറയാറുണ്ട്. നമ്മുടെ വീടിൻ്റെ മതിലിൻ്റെ താഴെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിയാണിത്. രണ്ട് സൈഡും നേരം പയ്യെ ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു കാപ്പിക്കൂട്ടമാണ്. അതിനിടയിൽ ചില മരങ്ങളും ഈറ്റ അതുപോലുള്ള മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ നടന്ന് പകുതി എത്താറായിട്ടുണ്ട്. നമ്മൾ കൂടുതൽ അങ്ങോട്ട് ചെല്ലും തോറും അവിടെ കാട് പിടിച്ച് ആകെ ഇതായിട്ട് കിടക്കുകയാണ്. ഞങ്ങൾ രണ്ട് സൈഡിലും മാറി മാറി നോക്കുന്നുണ്ട് കൂണുണ്ടോ എന്ന്. അഞ്ചുവിനും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂണ്. നമുക്ക് നേരത്തെ ചെറിയ കൂൺ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കാലാവസ്ഥയുടെ മാറ്റമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. അങ്ങനെയാണ് നമ്മൾ നിർത്തി. ചൂട് കൂടിയപ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമായിരുന്നു അത് ഉണ്ടാകാൻ. അതുകൊണ്ട് ഞങ്ങൾ പയ്യെ നിർത്തി. അതേ അഞ്ചും അനങ്ങി വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് തെന്നി കിടക്കുന്നതുകൊണ്ട് പയ്യെ വന്നേച്ചാൽ മതി എന്ന് പറയുന്നത്. രണ്ട് സൈഡ് നോക്കി പുള്ളിക്കാർ വരിക കേട്ടോ. ആലപ്പുഴക്കാരി ആയതുകൊണ്ട് നമ്മുടെ പ്രദേശത്തൂടെയൊക്കെ നടക്കാൻ വലിയ പാടാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ മഴ സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ തെന്നി വീഴാൻ നല്ല സാധ്യതയുണ്ട് കേട്ടോ. ഇതുണ്ടോ, ആകെ ഒരു വനത്തിലേക്ക് ചെല്ലുന്ന പോലെയാണ്. കാപ്പിക്കൂട്ടവും വലിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പ്ലാവ്, ഇഷ്ടം പോലെ ചക്ക പഴുത്ത് വീണ് കിടക്കുന്നു. ആർക്കും വേണ്ട. ഇപ്പം ചക്ക ഇല്ലാത്തപ്പോഴാണെങ്കിൽ എല്ലാവർക്കും വേണം. ഏതായാലും രണ്ട് സൈഡിൽ നിന്ന് ഞങ്ങൾ മാറി മാറി നോക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ സൈഡിൽ നിന്ന് നമ്മുടെ അയൽവക്കത്തുള്ള ഒരാൾ പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ. കിട്ടിയാൽ ഒന്ന് വറുത്തരച്ച് കറി വെച്ചാലോ എന്ന് ആലോചിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്തായാലും ഇതുവരെ ഒരു കൂണ് പോലും കിട്ടിയില്ല. നമുക്ക് നോക്കാം, കിട്ടുമായിരിക്കും അല്ലേ. വീട്ടിലൊക്കെ അവനോട് ഞങ്ങൾ കൂണൊക്കെയായിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞ് വലിയ വാചകം അടിച്ചാണ് പോകുന്നത്. കൂട്ടുകാർ ഇത് കണ്ടോ, കല്ലാർപ്പുഴയിലേക്ക് ഒഴുകുന്ന വെള്ളമാണ് കേട്ടോ. ഇപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളമുണ്ട്. ഇതൊന്നുമല്ല, ഞങ്ങൾ നിൽക്കുന്ന ആ ഭാഗത്തൊക്കെ വെള്ളം കയറുന്ന കേട്ടോ. ഇവിടെ ഭയങ്കര ഒരു രണ്ട് സൈഡ് കാപ്പി ഇങ്ങനെ വളം നിൽക്കുകയാണ്. വേനൽ സമയത്തൊക്കെ ഇതിനിടയിലൊക്കെ വന്ന് നിൽക്കാനും കാണാനും ഒക്കെ നല്ല ഭംഗിയാണ്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ആകെ കുളമായിട്ട് കിടക്കുക. അങ്ങോട്ട് ഇറങ്ങിയാൽ തെന്നി വീഴും. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തെ വീഡിയോ ഒക്കെ അങ്ങോട്ട് ഇറങ്ങി എടുക്കാഞ്ഞ്. ആ ഭാഗത്ത് അല്ലെങ്കിലും കൂണ് കാണത്തില്ല. തോടിൻ്റെ മണൽ സാന്നിധ്യം അതുപോലെ തന്നെ ചെളിമണ്ണൊക്കെയാണ് ആ സൈഡിലെ. അതുകൊണ്ട് കൂണ് കാണത്തില്ല. ഇവിടെയൊക്കെ നോക്കാം, ചിലപ്പോൾ കാണും. ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇന്ന് വറുത്തരച്ചൊരു കൂൺ കറിയൊക്കെ കൂട്ടാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂണ്. ഇവിടെ ചെറിയ പാറയൊക്കെ ഉള്ളതുകൊണ്ട് ആകെ പായൽ പിടിച്ചെടുക്കും. അതുകൊണ്ട് അഞ്ചിനോട് ഞാൻ പയ്യെ വന്നേച്ചാൽ മതി എന്ന് പറഞ്ഞു. അഞ്ചു പയ്യെ നോക്കി വരുന്നുണ്ട്. ഇതുണ്ടോ, പാഷൻ ഫ്രൂട്ട് കിടക്കുന്നുണ്ടോ? ഇവിടെ ഉണ്ടോയെന്നൊന്ന് നോക്കട്ടെ. ഇവിടെ പാഷൻ ഫ്രൂട്ട് ചെടി വല്ലതും നിൽപ്പുണ്ടോയെന്ന്. ഇല്ല, ആരോ വലിച്ചെറിഞ്ഞ കേട്ടോ. ഇവിടെ ഒരു വലിയ പ്ലാവുണ്ട് കേട്ടോ. ഇതേ പ്ലാവേൽ ചക്ക വീണ്, കൂഴച്ചക്കയാണ്. ചക്കയൊക്കെ വീണ് ആകെ ചക്കക്കുരു കിടപ്പുണ്ട്. അതേ ചക്ക ആരോട് പറിച്ചിട്ടേക്കുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആർക്കും വേണ്ട. ചക്ക ഇല്ലാത്തപ്പോഴെല്ലാവർക്കും വേണ്ടേ. ഇത് കണ്ടോ, പാറയൊക്കെ കണ്ടോ. ഇവിടെ സൂക്ഷിച്ച് നടന്നെങ്കിൽ തെന്നി വീഴും കേട്ടോ. ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് നടക്കുന്നത്. ഇത് നമ്മൾ വന്ന ലക്ഷ്യം സാധിക്കുമെന്ന് തോന്നുന്നില്ല കൂട്ടുകാരെ. ഇവിടെയെങ്ങും കൂൺ ഇതുവരെ കണ്ടില്ല.
എന്നാലും നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ നമ്മൾ നടന്നു പോകുന്നത് കാണുന്നത് കല്ലാർ പുഴ കേട്ടോ. പുഴയുടെ അരികുവശങ്ങളാണ് നമ്മൾ വന്ന വഴി. അഞ്ചു ദേ പയ്യെ വരുന്നുണ്ട് ആകാശത്തോട്ടൊക്കെ നോക്കി. പ്രാഷൻ പൂട്ടിൻ്റെ ചെടി അവിടെ ഉണ്ടോ നോക്കുക കേട്ടോ ആശാത്തി. എന്തായാലും ഇല്ല, ആരാണ്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞ മേളിൽ നിന്ന് ഉരുട്ട് അങ്ങോട്ട് വന്ന് കിടക്കുന്ന കേട്ടോ. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കൂണില്ലാതെ തിരിച്ച് പോകേണ്ടി വരും എന്നാണ് തോന്നുന്നത്. എന്നാണല്ലോ ആടിയും കുണുങ്ങിയൊക്കെ രണ്ട് സൈഡിൽ നോക്കിയൊക്കെ ആൾ പയ്യെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു പയ്യെ വന്നേച്ചാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ തെന്നി വീഴുമെന്ന്. അതുകൊണ്ടാട്ടോ, ഞങ്ങളെപ്പോലൊന്നും പെട്ടെന്ന് ഇവിടെ നടക്കാൻ പുള്ളിക്കാരിക്ക് അറിയത്തില്ല. കൂട്ടുകാരെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഫോണും പിടിച്ച് വീഡിയോയും പിടിച്ച് കൂണും നോക്കിയാണ് വരുന്നത്. തെന്നി വീഴുമെന്ന് തന്നെ അറിയത്തില്ല. എന്തായാലും നമുക്ക് കൂൺ തപ്പൽ അവസാനിപ്പിക്കണമെന്നാണ് തോന്നുന്നത്. ഇരുട്ടാൻ തുടങ്ങി. ഇവിടുന്ന് തിരിച്ചു പോകാൻ വലിയ പാടാണ്. ആറിൻ്റെ സൈഡിലേക്ക് നമ്മൾ ഏകദേശം എത്തി കേട്ടോ. ഇതിവിടെ ആകെ കുളമായിട്ട്, മഴയായിട്ട് ആകെ കുളമായിട്ട് കിടക്കുവാണ്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴ പെയ്തപ്പോഴത്തേക്കും ഇത് കണ്ടോ കൂട്ടുകാർ, നമ്മൾ ആറിൻ്റെ സൈഡിലെത്തി. ഈ ആറ് ഭയങ്കരമായിട്ട് നിറഞ്ഞ് കര കവിഞ്ഞൊഴുകുമായിരുന്നു കേട്ടോ. കല്ലാർപ്പുഴ കല്ലാർ ഡാം തുറക്കാതെ ഇതിനകത്തെ വെള്ളം കുറയത്തില്ല. നമ്മൾ ഏകദേശം ആറിൻ്റെ തീരത്ത് എത്താറായി കേട്ടോ. ഇതുണ്ടോ, നമ്മുടെ വീടിൻ്റെ അതിലുള്ള കൈത്തോട് വഴി വരുന്ന വെള്ളമാണ്. ഇതുകൊണ്ട് ആറുമായിട്ട് ചേർന്ന് പോകുന്നുണ്ടോ. ആകെ കലങ്ങി മറിഞ്ഞ് കിടക്കുവാണ് വെള്ളമൊക്കെ. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ഇത് കര കവിയുന്നതാണ്. കല്ലാർ ഡാം തുറന്നാൽ മാത്രമേ ഈ വെള്ളം കര കവിഞ്ഞാൽ കുറയത്തുള്ളൂ. എന്തായാലും കൂട്ടുകാരെ, ഞങ്ങൾ കൂണും തപ്പി വന്ന് കൂണുമില്ല, ഒന്നുമില്ല. ആശാത്തി അവിടെ കണ്ട് നിന്നൊരു ചെറിയ ചക്ക കിട്ടിയിട്ടുണ്ട്. ഇത് കൊണ്ടുപോയി കുഞ്ഞിന് കൊടുക്കാനായി. ആകെ തെന്നി ചളമായിട്ട് കിടക്കണം. നമ്മൾ ഇതിൽ ഇതുണ്ടോ, ഒന്ന് ചെറുതായിട്ട് സ്ലിപ്പായാൽ ഉരുണ്ട് പിടച്ച് വീഴും ഗൈസ്. കൂണ് വൃത്തിയുള്ള എടുത്തുണ്ടാവും. ഇതുണ്ടോ ഗൈസ്, ഏലം. ഇതാണ് ഏലം. ഉണ്ടോ, ഇതിനകത്തോട്ട് നോക്കിയാൽ ഭയങ്കര ഇരുട്ടാണ് ഗൈസ്. ഇതുണ്ടോ, പേടി വരും, ഫീൽ വരും. നമ്മൾ വന്ന സമയം 6-6:30 ആയി. ഉണ്ടോ, ഓക്കെ. ഇതുണ്ട് ചക്കയൊക്കെ വേണം, ചക്കക്കുരു കിടക്കുന്നേ. പാം തിന്നു വീഴാൻ പോയി കൂട്ടുകാരെ. അപ്പോൾ ഈ പക്ഷികളുടെയൊക്കെ സൗണ്ട് കേട്ടോ, ഇങ്ങനെ ഏകദേശം ഇരുട്ടാറാകുമ്പോഴിങ്ങനെയുള്ള സൗണ്ടൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. പക്ഷേ ഇവിടെ ആകെ മൂടി കിടക്കുന്നതുകൊണ്ട് നമുക്കൊരു ഭീതി വരും. ഇപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പോയ കാര്യം സാധിക്കാൻ പറ്റിയില്ല, നമുക്ക് കൂണ് കിട്ടിയില്ല. എങ്ങനെയെങ്കിലും കിട്ടും, നമുക്ക് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്, കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ നമുക്ക് നീരജ് വേൾഡ്സിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റ, ബൈ ബൈ, സി യു.